ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരാതിയില്ലെന്ന് എഴുതി കൊടുക്കാനായിട്ട് നമ്മുടെ ഹരി രംഗത്ത് വന്നു. അതിനുശേഷം പരാതിയില്ലെന്ന് എഴുതി മേടിക്കാൻ പറഞ്ഞു നിരഞ്ജന മേഡം. അങ്ങനെ പൂർണിമയുടെ മുന്നിൽ വെച്ച് തന്നെ എഴുതി കൊടുക്കുവാണ് നമ്മുടെ ഹരി. അപ്പോൾ പൂർണിമ അമ്മയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒടുക്കം സത്യം തെളിഞ്ഞല്ലേ മേഡം എന്ന് പൂർണിമ ചോദിക്കുക കേട്ടോ. എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മരുമകൻ പരാതി പിൻവലിക്കുകയാണ് ചെയ്തത്, അതാണ് കാരണമെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന മേഡം ഇങ്ങനെ പറയാം. ചൂളി നിൽക്കുവാണ് നമ്മുടെ പൂർണിമ. ഒരപേക്ഷയുണ്ട് എനിക്ക് മേഡത്തിനോട്, ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് തരണം. ആരാ ഞാനറിയാതെ എൻ്റെ ഫോൺ ഉപയോഗിച്ചത്, ആ ആളെ എനിക്കൊന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ പറയാം. സൈബർ തട്ടിപ്പുകളുടെയൊക്കെ കാലമല്ലേ മേഡം, ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കുമെന്നും എന്തായാലും യഥാർത്ഥ പ്രതിയെ പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയാൽ അത് അറിയിച്ചേക്കാവെന്നും പറഞ്ഞ് നമ്മുടെ മേഡം പൂർണിമയോട് പൊക്കോളാൻ പറയുക. അങ്ങനെ പൂർണിമ അതും പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ പൂർണിമ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഹരിയോട് അച്ഛൻ്റെ പേര് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർ ചോദിക്കുന്നത്. അച്ഛൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അനാഥനാണെന്ന് ഹരി അവരോട് പറയുന്നു. ഇത് പൂർണിമ കേൾക്കുക. പൂർണിമയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി. പൂർണിമ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. പൂർണിമ അവിടെ നിന്ന് പോരുമ്പോൾ ഹരിയും പല്ലവി ഇങ്ങനെ സേതുവും പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മേഡത്തിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലെന്നൊക്കെ പറഞ്ഞ് പല്ലവി പൂർണിമയെയും കൊണ്ട് അവിടുന്ന് പോകുക. അതുപോലെ തന്നെ സേതുവും. പിന്നെ എല്ലാം എഴുതി കൊടുത്തിട്ട് ഹരി ഇങ്ങോട്ടേക്ക് പോന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനാണെങ്കിൽ എന്തോ പോയ അണ്ണാനെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം അമ്മ വന്നു. അമ്മ വന്നിട്ട് നിന്റെ ഏഷണിയൊന്നും ഏറ്റില്ല അല്ലേടാ മോനെ എന്ന് ചോദിച്ചു. അങ്ങനെ മോനെ കളിയാക്കുക. എൻ്റെ ഏഷണി ഏക്കാത്തത് കൊണ്ടൊന്നുമല്ല, അവളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രം അവളൊക്കെ രക്ഷപ്പെട്ടത്. അടുത്ത തവണ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. വേറൊരവസരത്തിൽ അവരെ എൻ്റെ കൈ കിട്ടും, അപ്പം പൂട്ടിക്കോളാമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പം മറ്റുള്ളവരെ പൂട്ടാൻ നോക്കി സ്വയം പൂട്ടി പെട്ടിയിലാകാതിരുന്നാൽ മതി, അതേ എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ എന്ന് അമ്മ മോനോട് പറയുമ്പോഴത്തേക്കും ചാടി അങ്ങ് എഴുന്നേറ്റ് അങ്ങ് ചെന്നു. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞു. അതിനാരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരി പേടിച്ചു പോയി. എൻ്റെ പൊന്നമ്മ നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സായി പോയെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇരിക്കുക. എന്താമ്മ എനിക്കിപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അവസാനം എല്ലാത്തിലും ഞാൻ തോക്കേണ്ടി വരുമല്ലോ അമ്മേ. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോടാ മോനെ? അതെന്തുകൊണ്ടാ അമ്മേ? അതെ, നിന്റെ ഭാഗത്ത് ന്യായം ഇല്ലാത്തത് കൊണ്ടാണെന്നും ന്യായം ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റുമെന്നും അമ്മ മോനോട് പറയണം. ഇപ്പൊ തന്നെ നീ അവരെ പൂട്ടാൻ നോക്കി. അവര് നിന്റെ ആരാടാ? ആരുമല്ല. പിന്നെ എന്നിട്ട് നീ അവരെ പൂട്ടാനായിട്ട് ഇറങ്ങിയില്ലേ? എടാ നിന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ നീ ഇടപെടാൻ പാടുള്ളൂ. നിന്നെ ബാധിക്കുന്ന വിഷയമായിരുന്നു പല്ലവിയുടേത്, അതിൽ നീ ജയിച്ചില്ലേ? ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സമയം കളയാതെ കുടുംബത്തിന് ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും ചെയ്യാൻ നോക്കാൻ അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പൊന്നമ്മേ, അമ്മയ്ക്ക് എന്തെൻ്റെ മനസ്സിലാക്കാൻ പറ്റാത്തത്? അമ്മയ്ക്ക് ഒരു കഴിവുമില്ല. ഒരു പെണ്ണിൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന ഗതികേട്, അങ്ങനെ ഒരു ഗതികേട് വന്ന ഒരാണിൻ്റെ അവസ്ഥ അത് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എടാ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ഒരു സമയം കടന്നു പോയിട്ടില്ല, നിനക്കറിയാവുമെന്ന് ചോദിച്ചു. അവളെ തകർക്കാൻ നീ കാത്തിരിക്കണം, ഹൈക്കോടതിയിൽ നീ അവൾക്ക് മേലെ വിജയിക്കണം, അതാ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. അല്ലാതെ കണ്ടതിനും കേട്ടതിനും എല്ലാം എടുത്ത് ചാടുകയല്ല വേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇന്ദ്രനെ പേടിപ്പിച്ചിട്ട് അമ്മ അങ്ങ് പോയി. ഇന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പൊന്നുമടത്തിലേക്ക് ഇവരെല്ലാവരും എത്തി. പൂർണിമയും കൊണ്ട് ഇവർ വന്നപ്പോഴത്തേക്ക് അച്ചു ബേബി ചേച്ചിക്ക് ഓടി ഇറങ്ങി ചെല്ലും. അപ്പോഴത്തേക്ക് ഋതിക അവിടെ പശ്ചാത്തപിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് സ്വാതി വന്ന് പല്ലവിയോട് താങ്ക് യു പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു പല്ലവി. അമ്മയെ തിരിച്ചു കൊണ്ടുവന്നതിനാണെന്ന് സ്വാതി പറയുമ്പം അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല ശ്രീഹരിയോടാണെന്നും പല്ലവി അന്നേരം പറയുവാണ്. ഹരി പരാതിയില്ല എന്ന് എഴുതി കൊടുത്തത് കൊണ്ടാണ് കേസില്ലാതെ അമ്മയ്ക്ക് ഇറങ്ങിപ്പോരാൻ പറ്റിയതെന്ന കാര്യവും പല്ലവി അവിടെ നിന്ന് പറയാറ്. അന്നേരം ഇങ്ങനെ തലയും കുനിച്ച് ഇവിടെ നിൽക്കുക കേട്ടോ. ശ്രീഹരിക്ക് നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ ജീവിത മാർഗമാണെന്നും എന്നിട്ടും പരാതിയില്ല എന്ന് പറയാനേ ഹരി തയ്യാറായെന്ന കാര്യം പറഞ്ഞ് പല്ലവി ഹരിയെ പറ്റിയുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഓട്ടോ ഞാൻ നന്നാക്കി തരും, അതിനുള്ള ചിലവൊക്കെ ഞാൻ വഹിച്ചോളാം എന്ന് പൂർണിമ നമ്മുടെ ഹരിയോട് പറയുമ്പം അതൊന്നും വേണ്ടമ്മേ, ഇൻഷുറൻസ് ഉണ്ടല്ലോ അതുവഴി ശരിയാക്കിക്കോളാം ഞാനെന്ന് ഹരി പറഞ്ഞു. അപ്പോൾ പൂർണിമ ഒന്നും മിണ്ടിയില്ലേ. ഋതികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നേരെ നോക്കാൻ പറ്റാതെ എങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാലേ മറക്കാനും പൊറുക്കാനും കൂടി ഉള്ളതാണെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണെന്ന് അച്ചു വന്ന് പൂർണിമയോട് പറയുന്നു. ആ അമ്മയ്ക്കൊരാവശ്യം വരുമ്പോൾ ഞാനത് മറക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് പരാതി ഒന്നും ഇല്ല എന്ന് എഴുതി കൊടുക്കാൻ ഹരിയോട് പറഞ്ഞത് എന്ന് അച്ചു പറഞ്ഞു. അപ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടോ ഞാനത് ചെയ്യിച്ചതെന്ന്? ഞാനല്ല അത് ചെയ്യിച്ചത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പൂർണിമ അച്ചുവിനോട് പറഞ്ഞു. ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ ഋതിക. സ്വാതിയാണെങ്കിലും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അമ്മേ
തൽക്കാലം നമുക്ക് ആ വിഷയം വിടാമെന്നും എല്ലാവരും അത് മറക്കണമെന്നും പല്ലവി പറയുവാണ്. തമ്മിൽ സംശയം ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് പല്ലവി കേസ് നൈസായിട്ട് ആക്കി വിടുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, ഞാൻ ഇനി അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് അച്ചു പറയുക. അപ്പം ഞാനും മിണ്ടുന്നില്ലെന്ന് പൂർണിമ അങ്ങ് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പൂർണിമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പൂർണിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആണെങ്കിലോ ബേബി ചേച്ചിയും പിന്നാലെ പോയി. പിന്നെ ഹരി വാ എന്നും പറഞ്ഞ് ഹരിയെയും വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ അച്ചു. പിന്നെ അത് റിതിക അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും ഋതു അന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞു. ഈ കുടുംബത്തിൽ ഒരു ഒന്നാന്തരം ക്രിമിനൽ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അത് നീയാണെന്നുള്ള കാര്യം പറയാം. അതെടി, നീയാണ് ഈ ചെയ്തതെന്നെല്ലാം അറിഞ്ഞിട്ട് തന്നെ അടി വന്ന് നിൽക്കുന്നത്. ദേ, ക്രിമിനലുമായിട്ട് നീ സംസാരിച്ചതിൻ്റെ വോയിസ് നോട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് നമ്മുടെ സേതു പറയുക. നിന്റെ ഉള്ളിൽ ഇത്രയ്ക്ക് വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്നും നീ മാധവമേനോൻ്റെ മോള് തന്നെ ആണോടി എന്ന് ഋതുവിനോട് സേതു ചോദിക്കുക. സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന ആ മനുഷ്യന് എങ്ങനെ വന്നോ ഇതുപോലൊരു മോളെന്നും പറഞ്ഞു. ഇവളൊന്നും മിണ്ടാതെ നിൽക്കുക. ഋതുവാണത് ചെയ്തതെന്ന് ഇപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല, ഞങ്ങൾക്കല്ലാതെ. അത് പറയാതിരുന്നാൽ ഈ കുടുംബാന്തരീക്ഷം കലങ്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണെന്നും ലോകത്തൊരു സഹോദരിയും ചെയ്യാത്ത ക്രൂരതയാണ് നീ ചെയ്തതെന്നും അന്ന് അച്ചുവിൻ്റെ കല്യാണം മുടക്കാൻ നീ നോക്കി, ഇന്ന് ഓട്ടോ നീ കത്തിച്ചു. ഈ വിവരം അച്ചു അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമോ നിനക്കെന്ന് പല്ലവി ചോദിക്കുക. ചവിട്ടി പുറത്താക്കും ഈ വീട്ടിൽ നിന്ന് മോർത്ത് വെച്ചോളാൻ പറഞ്ഞു. അതുണ്ടാവാതിരിക്കാനാ ഞങ്ങളെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നതെന്നും ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് ഋതു നീയെന്നും പല്ലവി പറഞ്ഞു കൊടുത്തു. പണമല്ല, ബന്ധങ്ങളാണ് വലുത്, അതെപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാനൊക്കെ പറഞ്ഞ് പല്ലവിയൊക്കെ ഇവളെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് കയറിപ്പോയി. ആരെന്ത് പറഞ്ഞിട്ടും ഋതുവിനൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. കൃതിക്ക് അവിടെ ഇങ്ങനെ നിൽക്കുക മൂങ്ങിക്കൊണ്ട്. അത് കഴിഞ്ഞ് പൂർണിമയുടെ അടുത്തേക്ക് ബേബി ചേച്ചി ചെന്നു കേട്ടോ. ബേബി ചേച്ചി ചെന്നിട്ട് പൂർണിമയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവരെന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ള കാര്യം പറയുക, സേതുവും ഹരിയും ഒക്കെ. അവൾക്ക് വേണമെങ്കിൽ ആ പരാതി പിൻവലിക്കാതിരിക്കാമായിരുന്നുവെന്നും പിന്നെ എന്നെപ്പോലെ അവൾക്കും വാശി കാണിക്കാമായിരുന്നു, ചെയ്തില്ലെന്നൊക്കെ പൂർണിമ ഇങ്ങനെ ഇരുന്ന് ബേബി ചേച്ചിയോട് പറയുക കേട്ടോ. ഞാൻ അവളെ എത്രയൊക്കെ വെറുത്താലും ഇപ്പോഴും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. അവര് സ്നേഹിക്കാതിരിക്കുമോ? വളർത്തി വലുതാക്കിയത് ആരാ? ആ ഗുണം എന്തായാലും കാണിക്കാതിരിക്കുമോ മക്കള്? പ്രത്യേകിച്ച് അച്ചു. അതോർത്ത് പൂർണിമാമ ഒന്നും വിഷമിക്കേണ്ട, എനിക്ക് ഒരു അപേക്ഷയുണ്ടെന്ന് പറയുമ്പോൾ എന്താ അതെന്ന് എനിക്ക് അറിയാമെന്നും അവൾക്ക് മാപ്പ് കൊടുക്കണമെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. തൽക്കാലം അത് വേണ്ട ബേബി, വേറൊന്നും കൊണ്ടല്ല, വേറെ ഉണ്ടല്ലോ മക്കൾ എനിക്ക്. സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് മൂത്ത മോൾക്ക് ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവരുടെ കാര്യം വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഋതുവും സ്വാതിയും വിചാരിച്ച കുഴഞ്ഞില്ലേ എന്ന് പൂർണിമ ബേബി ചേച്ചിയോട് ചോദിക്കുക. അവരുടെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പേടി ഉണ്ടാവണം ഋതുവിനും സ്വാതിക്കും. തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് പുറത്താകുമെന്ന് വിചാരിക്കണം അവരെന്നും പറഞ്ഞ് പൂർണിമ ബേബി ചേച്ചിയോട് പറയാം. ഈ വർഷം ഋതുവിൻ്റെ കല്യാണം നടത്തണം, ഞാനത് എങ്ങനെയും നടത്തും, ഇല്ലെങ്കിലേ വിൽപത്രം റദ്ദാകുമെന്ന കാര്യം പറഞ്ഞ്, വിൽപത്രം എന്ന് വെച്ചാൽ മാധവേട്ടൻ്റെ മനസ്സ് എന്നല്ലേ അർത്ഥം. മാധവേട്ടൻ്റെ ഒരാഗ്രഹവും ജീവിച്ചിരുന്നപ്പോൾ നടക്കാതിരുന്നിട്ടില്ല, മരിച്ചു കഴിഞ്ഞത് നടക്കാതിരിക്കരുതെന്നും പറഞ്ഞെങ്കിൽ പറഞ്ഞു. എനിക്ക് ഈ വീട്ടിൽ ഇപ്പം നിൽക്കാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നും പണ്ട് ഈ വീട്ടിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇപ്പം ഈ വീട്ടിലുണ്ടോ എന്ന് ബേബി ചേച്ചി പൂർണിമയോട് ചോദിക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്നും പറഞ്ഞു ബേബി ചേച്ചി. മക്കൾ തമ്മിലുള്ള പോരൊക്കെ സഹിക്കാമെന്ന് വെക്കാം, അതുപോലെയാണ് പൂർണിമേച്ചിയും മക്കളും തമ്മിലുള്ള വഴക്ക്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഉപദേശിക്കാണെന്ന് കരുതരുത്, ഉപദേശിക്കാനും ഞാൻ ആളല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെങ്കിലേ ഇതുപോലെ പലതിനും തീ പിടിക്കുമെന്ന കാര്യമൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓട്ടോ കത്തിച്ചപ്പോൾ നമുക്കത് കെടുത്താൻ പറ്റി, അതുപോലെയല്ല മനുഷ്യൻ്റെ മനസ്സിന് തീ പിടിച്ചാൽ അത് ചേച്ചി ഓർക്കണം, അത് കെടുത്താൻ സാധിച്ചെന്ന് വരില്ല എന്നും ബേബി ചേച്ചി പൂർണിമയോട് പറഞ്ഞു കൊടുത്തു കേട്ടോ. അത് മനസ്സിലാക്കി പെരുമാറി എല്ലാവർക്കും കൊള്ളാവെന്നും പറഞ്ഞ് ബേബി ചേച്ചി അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചു ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പൂർണിമ അങ്ങോട്ടേക്ക് ചെന്നു. പൂർണിമ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അച്ചു ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് പോരുമായിരുന്നു. ആ സമയം അത് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അപ്പം നീ എന്നെ സംശയിക്കുന്നില്ലേ? ഇല്ല. കാരണം എന്താണെന്ന് അമ്മ ചോദിക്കുമ്പം എൻ്റെ അമ്മയെ
എൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാവുന്ന അച്ചു. ഓട്ടോ കത്തിക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, എന്നാലും അമ്മ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാവുന്ന അച്ചു. അമ്മയുടെ മനസ്സ് അതെന്താണെന്ന് എനിക്കറിയാം. ആ മനസ്സിൽ സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തെളിവുകൾ മുഴുവനും എനിക്കെതിരായിരുന്നല്ലോ. എൻ്റെ ഫോണിൽ നിന്നാണ് കോള് പോയിരിക്കുന്നതെന്നും എൻ്റെ ഫോണിലെ അക്കൗണ്ടിൽ നിന്ന് അയാൾക്കുള്ള പ്രതിഫലം പോയിരിക്കുന്നതെന്നും നമ്മുടെ പൂർണിമ പറയാം. ഇതൊക്കെ പോരെ, ഞാനാണ് കുറ്റവാളിയെന്ന് തെളിയിക്കാമെന്ന് ചോദിച്ചപ്പം ഇതിന് മുകളിലാണ് എനിക്ക് എൻ്റെ അമ്മയോടുള്ള വിശ്വാസം. എനിക്ക് എൻ്റെ അമ്മയെ 100% വിശ്വാസമാണ്. അതിന് മറ്റൊരു തെളിവും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നിന്നെയും ശ്രീഹരിയെയും ഒരുപാട് വേദനിപ്പിച്ചവളാണ് ഞാൻ, എന്നിട്ടും നീ എന്നോട് ദയ കാണിച്ചു എന്ന് പറയുമ്പോൾ ദയയല്ല, അതെൻ്റെ കടമയാണമ്മേ, ഒരു മകളുടെ കടമയാണതെന്ന് അച്ചു പൂർണിമയോട് പറയാം. ദൈവം എനിക്ക് തന്നൊരമ്മയാണ് എൻ്റെ അമ്മ. പിന്നെ എൻ്റെ അമ്മ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരാളുടെ വരുമാനമാർഗം ഇല്ലാണ്ടാക്കാൻ മാത്രം ക്രൂരയൊന്നും അല്ല ഞാനെന്ന് പൂർണിമ അവിടെ വെച്ച് പറയും. വന്നിട്ട് കല്യാണത്തെ ഞാൻ എതിർത്തത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണെന്നും ഒരുപാട് ബന്ധുക്കളുള്ള അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വീട്ടിലേക്ക് വധുവായി നീ പോണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നിൻ്റെ അച്ഛനും അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള അവസരം നീ എനിക്ക് തന്നില്ല അച്ചു. അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. അതിലുള്ള ദേഷ്യം എനിക്കിപ്പോഴും നിന്നോടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നിന്റെ മുഖം കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടമാണ് തോന്നുന്നതെന്നും ഇങ്ങനെ ജീവിക്കേണ്ട കുട്ടിയായിരുന്നു നീ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എനിക്ക് എന്താ അമ്മ ഒരു കുറവ്? അമ്മ അത് പറയാൻ പറഞ്ഞു. വലിയ വീടും പത്രാസും ഒന്നും ഇല്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് സന്തോഷം തന്നെയാ. എന്നെ ഓർത്ത് അമ്മ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് അച്ചു പറയുക. അപ്പം നല്ല മനസ്സുണ്ടാകും. അത് തന്നെയാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. അത് മതിയെന്നും പൂർണിമ പറയുക. ബാക്കിയെല്ലാം പുറകെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ പൂർണിമ പറയുമ്പോൾ അമ്മേ എന്നും പറഞ്ഞ അച്ചു ഇപ്പോൾ ഈ മനസ്സിൽ ഞങ്ങളോടുള്ള ദേഷ്യം നീരസം അത് മാറിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൂർണിമ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. അച്ഛനൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് പാറുവിനെ ആട്ടോ. പാറു ഇങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ ചെന്നിരിക്കുന്നു. അമ്മ അവർക്ക് 2 പേർക്കുള്ള ചായ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുണ്ടാവുകയാണ്. അങ്ങനെ പാറുവിനെ ശരിക്കും ഇവർ ഒറ്റപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ എന്നെ പറയുന്നതൊക്കെ വെറുതെയാണെന്ന്, ഈ ജീവിതത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞ് പാറു ഇവരോട് വഴക്കുണ്ടാക്കുക. തിരിച്ച് അച്ഛനും അതുപോലെ തന്നെ. പാറുവിനെ ഇവർ ശരിക്കും ഒറ്റപ്പെടുത്തി കളഞ്ഞു, അച്ഛനും അമ്മയും കൂടെ ചേർത്ത്. പണ്ട് പല്ലവിയോട് എന്താണോ കാണിച്ചത് അത് തന്നെ ഇന്ന് പാറുവിനോടും കാണിക്കുന്നു. യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പല്ലവിയും സേതുവും കൂടി നമ്മുടെ ഹരിയെ കാണാൻ റൂമിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഹരിയുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നു. മുറിവൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ നോക്കുക. ഇപ്പം നിനക്ക് എങ്ങനെ ഉണ്ടടാന്ന് ചോദിച്ചു. കുറവുണ്ടോ? ആ ഉണ്ട്. 1-2 ദിവസം കൂടെ കഴിഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുമെന്ന് ഹരി പറഞ്ഞു കേട്ടോ. അപ്പോൾ വണ്ടി ഇല്ലല്ലോ ഓടിക്കാൻ, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പല്ലവി. അത് തന്നെ ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ ദേ ജോലിയെ പറ്റി ചിന്തിക്കുന്നതൊക്കെ കൊള്ളാം, കൂട്ടത്തിൽ സ്വന്തം നിലനിൽപ്പ് കൂടി നീ ആലോചിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സേതു പറഞ്ഞു കൊടുക്കുക. ചുറ്റിനും എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്നും പറഞ്ഞു. മുൻപിൽ മാത്രമല്ല പിന്നിലും ഉണ്ട് ശത്രുക്കൾ, അത് മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരേത് നിമിഷവും എന്തും ചെയ്യുന്നവരാണെന്നും. അപ്പോൾ സേതുവേട്ടൻ എന്തിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിച്ചു. ഹരിയോട് പറയണോ വേണ്ടോ എന്ന് സംശയിച്ചതാ. പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചാ ഞങ്ങൾ വന്നതെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറയണോ അതോ സേതുവേട്ടൻ തന്നെ പറയോ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ പല്ലവി പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വരുമോ. ഇവരുടെ സംസാരം കേൾക്കുവാണ്. ഈ ഓട്ടോ കത്തിച്ചതൊക്കെ ഋതുവാണെന്നുള്ള സത്യം നമ്മുടെ അച്ചു കേൾക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഇത് വേറെ ആരും അറിയരുതെന്നും ഹരിയോട് ഇവർ പറഞ്ഞു. അച്ചു തകർന്നു പോയിട്ടോ, ഋതുവാണിത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഒരു കാരണവശാലും അച്ചു വിവരം അറിയാൻ പാടില്ല എന്നും അവൾക്കിത് താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അച്ചു ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇതായിപ്പോയി. അച്ചു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അങ്ങനെ അനിയത്തി തൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അറിഞ്ഞ് ചങ്ക് തകർന്ന് ഭയങ്കര വൈരാഗ്യബുദ്ധിയോടുകൂടി നിൽക്കുന്ന അച്ചുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പൂർണിമ അറിയും, എല്ലാവരും അറിയും. അറിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഋതിക എന്ന് പറയുന്ന തൻ്റെ ഇടയുടെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയും കാര്യങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.